അതിനുശേഷം നമ്മൾ കമ്പോണൻസ് പഠിച്ചു. വർക്കിംഗ് ക്യാപിറ്റൽ കമ്പോണൻസ്, കറണ്ട് അസറ്റ് ആൻഡ് പിന്നെ കറണ്ട് ലയബിലിറ്റീസ്. ടൈപ്സ് പഠിച്ചു. മെയിൻലി 2 ടൈപ്പ്. ഏതൊക്കെ? പെർമനന്റും വേരിയബിളും. അങ്ങനല്ലേ? പെർമനന്റും വേരിയബിളും. പെർമനന്റിൽ തന്നെ ഇനീഷ്യലും റെഗുലറും, വേരിയബിളില് സീസണലും. ഒരു ചെറിയൊരു ഐഡിയ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡേഞ്ചേഴ്സ് ഓഫ് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ഒന്ന്, ബിസിനസ് ഫെയിലർ ആകും. കുറെ അഡീഷണൽ ആയിട്ട് പോയിന്റ് നിങ്ങൾ തന്നെ പറഞ്ഞു. സെയിൽസ് ഒക്കെ കുറയാം, പർച്ചേസിനെ എഫക്റ്റ് ചെയ്യാം, പിന്നെ ക്രെഡിറ്റേഴ്സിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, അങ്ങനെ കുറെ നമ്മൾ പറഞ്ഞു. ഒക്കെ ശരി തന്നെയാണ്, ഒക്കെ എഴുതാം കേട്ടോ. ബിസിനസ് ഫെയിലിയർ, ദ ഫേം കനോട്ട് ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റി. ആ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ട് എപ്പോഴും ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. ട്രേഡ് ഡിസ്കൗണ്ട് എപ്പോഴാണ് കൊടുക്കുക? ക്യാഷ് പർച്ചേസിന്റെ സമയത്ത് 10,000 രൂപയുടെ സാധനം 9,000 രൂപയ്ക്ക് തന്നാൽ അതിന് ട്രേഡ് ഡിസ്കൗണ്ട് എന്നാ പറയാം. എപ്പോഴാ ക്യാഷ് ഡിസ്കൗണ്ട് ആവുക? നമ്മൾ പ്രോംപ്റ്റ് പേയ്മെന്റ് അല്ലെ, കൃത്യമായിട്ട് പേയ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലുള്ള നമുക്ക് ക്യാഷ് പർച്ചേസ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ക്യാഷ് പർച്ചേസ് നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടില്ല. ദെൻ കൃത്യമായിട്ട് ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്താത്തത് കൊണ്ട് ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടില്ല. പിന്നെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു പറഞ്ഞു. ക്രെഡിറ്റേഴ്സൊക്കെ കോർട്ടിൽ പോകുന്നു പറഞ്ഞു. പ്രോഫിറ്റബിലിറ്റി കുറയുമെന്ന് പറഞ്ഞു. ഡിവിഡൻഡ് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അസറ്റിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് നോക്ക്, ഡേഞ്ചേഴ്സ് ഓഫ് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതും പ്രശ്നമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ഒപ്റ്റിമം. ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ ആക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരിക്കലും എന്താവാൻ പാടില്ല, കുറവാൻ പാടില്ല. ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറെ ക്യാഷ് കയ്യിലെക്കാനും പാടില്ല. അപ്പൊ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായാൽ അത് ഡേഞ്ചർ തന്നെ. എല്ലാം ഒരു ഒപ്റ്റിമം ആവണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആവണം. മിനിമം ആവരുത്, മാക്സിമം ആവരുത് എന്നുള്ളതല്ല, ബെസ്റ്റ് ആവണം എന്നുള്ളതാണ് ഉദ്ദേശം. ചില സ്ഥാപനങ്ങൾക്ക് മിനിമം ആയിരിക്കും ബെസ്റ്റ്, ചില സ്ഥാപനങ്ങൾക്ക് മാക്സിമം ആയിരിക്കും ബെസ്റ്റ്. അപ്പൊ നമ്മള് ഒപ്റ്റിമം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്നുള്ളതാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മിനിമത്തിന്റെയും മാക്സിമത്തിന്റെ അടിയിലൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ക്ലിയർ? ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് എന്നുള്ള മീനിങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഓക്കെ. അപ്പൊ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ആയി കഴിഞ്ഞാൽ, ടു മച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ലീഡ്സ് ടു വാട്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഐഡിൽ ഫണ്ട് മീൻസ് നോ പ്രോഫിറ്റ്. എന്താ ഐഡിൽ ഫണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് മുമ്പ് തന്നെ. എന്താ ഐഡിൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ എന്താണ്? എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ഐഡിൽ എന്ന് പറഞ്ഞ എന്താ? വെറുതെ കിടക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ ഐഡിൽ ഫണ്ട് എന്ന് പറയാം. ഐഡിൽ ടൈം കേട്ടിട്ടില്ലേ? വെറുതെ കിടക്കുന്ന ടൈം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോയി, അൺനെസസറി ആയിട്ട് മൂവ്മെന്റ് നടത്തുകയാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്, പ്രൊഡക്റ്റീവ് അല്ലാത്ത ടൈം, അതിനാണ് നമ്മൾ ഐഡിയൽ ടൈം എന്ന് വിളിക്കുക. അപ്പൊ ഐഡിയൽ ഫണ്ട് എന്താ? എക്സസ് ഫണ്ട്, വെറുതെ കിടക്കുന്ന ഫണ്ട്. ഫോർ എക്സാമ്പിൾ, യൂസേജ് ഇല്ലാതെ കുറെ ഫണ്ട് സ്ഥാപനത്തിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ 10,000 രൂപയാണ് വേണ്ടത്, 40,000 രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ ഉണ്ട്, വല്ല കാര്യമുണ്ടോ? 30,000 രൂപ എക്സസ് ആണ്. ആ എക്സസിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ, എക്സസ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ മുകളിൽ നമുക്ക് ശരിക്കും നഷ്ടമാണ്. കാരണം എന്താ? ഈ അഡീഷണൽ ആയിട്ടുള്ള എക്സസ് ഉള്ള 30,000 രൂപ വേറെ വല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലോ വല്ല ബിസിനസ്സിലോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് എന്ത് കിട്ടുമായിരുന്നു? പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ മറ്റ് ഡിവിഡൻഡോ അല്ല ഇൻവെസ്റ്റ്മെന്റിലോ അവരത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുമായിരുന്നു. ഇതവിടെ വെറുതെ അടക്കാണ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഇല്ല അവിടെ, അല്ലെ? ലെസർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് വരിക. അപ്പൊ എന്താ പറഞ്ഞേ? ഫസ്റ്റ് വൺ, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഐഡിൽ, നോ പ്രോഫിറ്റ് അല്ലെ എന്ന് പറയുന്നത്. ഐഡിൽ ഫണ്ട് മീൻസ് നോ പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? വെറുതെ കിടക്കുന്ന ഫണ്ടാണ്, അതിന്റെ മുകളിൽ എന്ത് കിട്ടുന്നില്ല?
എന്ത് കിട്ടുന്നില്ല? കാര്യം മനസ്സിലായല്ലോ? 1,00,000 രൂപ വർക്കിംഗ് ക്യാപിറ്റൽ വേണം, 10 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. 9 ലക്ഷം രൂപ അവിടെ എക്സസ് ആണ്. ആ എക്സസ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ മുകളിൽ നമുക്കൊന്നും അഡീഷണൽ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. 2, വാല്യൂ ഓഫ് ഷെയർസ് മേ ഫെയിൽ ഡ്യൂ ടു ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് 1,00,000 വേണ്ടത്, അതിന്റെ സ്ഥാനത്ത് നമ്മൾ 10 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കണ്ടെത്തി. ഇപ്പൊ അവിടെ 11 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. വേണ്ടത് എത്ര? 1,00,000 ആണ്. നമ്മൾ ഫണ്ട് കണ്ടെത്തിയതോ 10 ലക്ഷമാണ്. ചുരുക്കി പറഞ്ഞാല് അവിടെ എന്ത് കുറയും? ആ 10 ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് ഒരു കാര്യമില്ലാതെ ഫണ്ട് അവിടെ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല? മുകളിൽ പറഞ്ഞു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറയും എന്ന് പറഞ്ഞാൽ അതിന്റെ ഓണേഴ്സിനുള്ള പ്രോഫിറ്റബിലിറ്റി റേറ്റ് പെർസെൻറ്റേജ് കുറയും. ഷുവറായിട്ടും പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഷെയറുകളൊക്കെ എന്ത് ചെയ്യും? വിറ്റഴിക്കും. വിറ്റഴിക്കൂലേ? കുട്ടികളെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഷെയർ ഹോൾഡേഴ്സും എന്ത് ചെയ്യും? അവരുടെ ഷെയർസ് ഒക്കെ വിൽക്കാം, അവരെ വിറ്റ്, അല്ലെങ്കിൽ ഷെയറിന്റെ വാല്യൂ കുറയാം. സോ വാല്യൂ ഓഫ് ഷെയർസ് മേ ഫാൾ. ഷെയർ വില കുറയാൻ സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാ? പ്രോഫിറ്റബിലിറ്റി കുറവാണ്. അപ്പൊ ആളുകളൊക്കെ എന്ത് ചെയ്യും? ഷെയർസ് ഒക്കെ അവർ വാങ്ങിച്ചതൊക്കെ വിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഡിമാൻഡ് കുറയുമ്പോൾ, ഷെയറിന് ഡിമാൻഡ് കുറയുമ്പോൾ ഷെയർ പ്രൈസ് കുറയുകയും ചെയ്യും. ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഷെയറിന്റെ പ്രൈസ് കുറയുകയും ചെയ്യും. അപ്പൊ എന്താ പറയണ്ടേ? വാല്യൂ ഓഫ് ഷെയർസ് മേ ഡിക്ലൈൻ ഡ്യൂ ടു ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ? റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞത് കൊണ്ട്, പ്രോഫിറ്റബിലിറ്റി റേറ്റ് കുറഞ്ഞത് കൊണ്ട് ഷെയറിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. മൂന്നാമത്തെ എന്താ? എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഈസ് ഇൻഎഫക്റ്റീവ്. എന്താ? അവരുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവാ, നോ എഫിഷ്യൻസി എന്ന് പറയാം. കാരണം എന്താ? 11 ലക്ഷം രൂപ ഇവിടെ ഉണ്ട്, 1 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ളൂ, 10 ലക്ഷം രൂപ അവിടെ കെട്ടിക്കിടക്കാം. മോശം മാനേജ്മെന്റ് അല്ലേ? മാനേജ്മെന്റ് ഇൻഎഫക്റ്റീവ് അല്ലേ കുട്ടികളെ? അല്ലേ? അപ്പൊ അതും പറയാം. നാലാമത് നോക്ക്, അഡ്വേഴ്സ്ലി എഫക്ട് ഡിവിഡൻഡ് പോളിസി. ഇതിപ്പോ എങ്ങനെ ചിന്തിക്കണ്ടാവും? എന്താ? പൈസ ഉണ്ട്, അപ്പൊ ഡിവിഡൻഡ് കൊടുക്കാം. പിന്നെന്താ പ്രശ്നം? പ്രശ്നം അതല്ല. പ്രോഫിറ്റ് ഇല്ലാതെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ? പ്രോഫിറ്റ് ഇല്ലാതെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂല. നമ്മൾ ആൾറെഡി പറഞ്ഞു ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അപ്പൊ പ്രോഫിറ്റബിലിറ്റി കുറയെന്ന് പറഞ്ഞു. പ്രോഫിറ്റബിലിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ പിന്നെ പൈസ ചെയ്തിട്ട് വെറുതെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂല. പ്രോഫിറ്റിന്റെ ഒരു ഫിക്സഡ് പെർസെന്റേജ് ആയിരിക്കും ഡിവിഡൻഡ് കൊടുക്കുക. അപ്പൊ കയ്യിൽ ക്യാഷ് ഉണ്ട്, എന്നാൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം എന്താ? പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടില്ല, ഇനഫ് പ്രോഫിറ്റ് ഇല്ല. കാര്യം മനസ്സിലായോ? നേരത്തെ പ്രശ്നം എന്തായിരുന്നു? പ്രോഫിറ്റ് ചിലപ്പോൾ ഉണ്ടാവില്ലാതിരിക്കുകയും ചെയ്യും. എന്താണ്? കയ്യിൽ ക്യാഷ് അല്ല കൊടുക്കാൻ. അതാണ് വിഷയം. എവിടെ? ഡെഫിഷ്യൻസിന്റെ സ്ഥാനത്ത്. എക്സസ് ആകുമ്പോഴും പ്രശ്നം എന്താ? കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷെ പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഡിവിഡൻഡ് കൊടുക്കാൻ തരല്ല. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായ കുട്ടികളെ? അപ്പൊ ഏതൊക്കെ? ഐഡിയൽ ഫണ്ട്. ഐഡിയൽ അല്ല, ഐഡിയൽ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെയാണ്. ഐഡിയൽ ഫണ്ട് കേട്ടോ. ഐഡിയൽ ഫണ്ട് എന്ന് പറഞ്ഞാല് കെട്ടിക്കിടക്കുന്ന ഫണ്ട്, വെറുതെ കിടക്കുന്ന ഫണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ വെറുതെ കിടക്കുന്നതിന്റെ മുകളിൽ എന്തില്ല? പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ? ഇല്ല. രണ്ടോ? വാല്യൂ ഓഫ് ഷെയർസ് എന്ത് ചെയ്യും? മേ ഫാൾ അല്ലേ? 3, ഇൻഎഫക്റ്റീവ്. 4, അഡ്വേഴ്സ്ലി എഫക്ട്. എങ്ങനെ ഈ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ കാരണം? എങ്ങനെ പറഞ്ഞേ? എന്താ പറഞ്ഞ? എന്താണ്? അവിടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവില്ല, അപ്പൊ എന്ത് കൊടുക്കാൻ പറ്റൂല? ഇനി അഡ്വാൻറ്റേജസ് ആണ്. ആഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇങ്ങനെ ആഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായുള്ള ബെനിഫിറ്റ് എന്താന്നുള്ളത് ഒന്ന് നമുക്ക് പറയാം. മറ്റാ ലിമിറ്റേഷൻസ് ഒക്കെ
ഇതാ ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റേഷൻസ് ഒക്കെ ഇവിടെ വേണമെങ്കിൽ പോസിറ്റീവായിട്ട് പറയാം. ഒന്ന് അവയിൽ ക്യാഷ് ഡിസ്കൗണ്ട് അല്ലേ, എന്ത് കിട്ടും? ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും കിട്ടും. ക്യാൻ അവയിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്. കാരണം എന്താ, കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അപ്പൊ ക്യാഷ് പർച്ചേസ് തന്നെ വേണമെങ്കിൽ നടത്താം. അതല്ല ഇനി ക്രെഡിറ്റ് പർച്ചേസ് നടത്തുകയാണെങ്കിലോ കൃത്യം അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ക്യാഷ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും ഒക്കെ കിട്ടും. അപ്പൊ അതന്നെ പറയാം, ക്യാൻ അവൈൽ ക്യാഷ് ഡിസ്കൗണ്ട്. രണ്ട് എൻഹാൻസ് ലിക്വിഡിറ്റി. എന്താ ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ലിക്വിഡിറ്റി? പെട്ടെന്ന് ക്യാഷ് ആക്കാനുള്ള സ്ഥാപനത്തിന്റെ എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് വിളിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കയ്യിൽ കുറെ ക്യാഷ് ഉണ്ട്, ഫണ്ട് ഉണ്ട്. അപ്പൊ ലിക്വിഡിറ്റി സ്ഥാപനത്തിനുണ്ട്, ആരും വന്ന് എക്സ്ട്രാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല, കയ്യിൽ ലിക്വിഡിറ്റി ഉണ്ട്. മൂന്ന് എൻഹാൻസ് സോൾവൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ്. ഇത് ഏതുമായി റിലേറ്റഡ് വെച്ചാൽ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു, ക്രെഡിറ്റേഴ്സ് പോയിട്ട് കേസ് കൊടുക്കുന്നു. എന്തുകൊണ്ട് കേസ് കൊടുക്കണേ? അവർക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് കേസ് കൊടുക്കും. ഇവിടെ പൈസ കിട്ടാത്തതുകൊണ്ട് കേസ് കൊടുക്കേണ്ട ആവശ്യം വരുമോ? ഉണ്ടാവുക ഇല്ല. കാരണം എന്താ, അവർക്ക് കൃത്യമായിട്ട് നമുക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റും. കടക്കാരുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അവർക്ക് എത്രയാണോ കൊടുക്കാനുള്ളത് അതൊക്കെ കൊടുത്തു തീർക്കാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മളെ സോൾവൻസി പൊസിഷനെയും ക്രെഡിറ്റ് വർത്തിനെസിനെയും ബാധിക്കൂല. ക്രെഡിറ്റ് വർത്തിനെസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഷോർട്ട് ടേം സോൾവൻസി എന്നൊക്കെയാണ് പറയാ. എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങനെ എത്രത്തോളം ഡെപ്റ്റുകൾ ഉണ്ടോ ആ ഡെപ്റ്റ് ഒക്കെ പേ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് വർത്തിനെസ്. എബിലിറ്റി ടു പേസ് ഡെപ്റ്റ് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി. അപ്പൊ നമുക്ക് ചീത്തപ്പേര് ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. എൻഹാൻസ് സോൾവൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ്. 4 നോക്ക്, ഏതാ? പോസിബിൾ ടു മീറ്റ് എന്താ കുട്ടികളെ? പോസിബിൾ ടു മീറ്റ് അൺഫോർസീൻ കണ്ടിൻജൻസീസ്. എന്താ അവിടെ ഉദ്ദേശിച്ചത്? അൺഫോർസീൻ കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നൊരു ആവശ്യം വരികയാണ്, പെട്ടെന്നൊരു എമർജൻസി വരികയാണ്. അപ്പൊ അത് മീറ്റ് ചെയ്യാൻ കയ്യിൽ എന്തുണ്ടാവും? ക്യാഷ് ഉണ്ടാവില്ലേ? ആഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ ക്യാഷ് ഉണ്ടാവില്ലേ? അല്ല കുട്ടികളെ, ഉണ്ടാവും. സോ എന്ത് പറയാം? പെട്ടെന്നൊരു അൺഫോർസീൻ കണ്ടിൻജൻസി വന്നോ, പെട്ടെന്നൊരു എമർജൻസി വന്നോ, അത് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി സ്ഥാപനത്തിന് ഉണ്ടാവും. കാരണം പെട്ടെന്ന് വില കുറഞ്ഞു വിചാരിച്ചോ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്, നമ്മളെ റോ മെറ്റീരിയൽസിന്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താണ്, ഇപ്രാവശ്യം ഒരു 1000 അല്ലെങ്കിൽ ഒരു 5 ടണ്ണ് ഇറക്കി വെക്കാം. നമുക്ക് ആ 5 ടണ്ണ് ഇറക്കി വെക്കാൻ പറ്റും, കാരണം കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ ഏറ്റെടുക്കാൻ പറ്റും. പെട്ടെന്നൊരു എമർജൻസി വരികയാണെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു നമുക്കുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരികയാണ്, ആ കേസ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, കാരണം അത്യാവശ്യം കയ്യിൽ ക്യാഷ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് വരികയാണെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പെട്ടെന്ന് ഒരു മെഷീനറി ആണ് ബ്രേക്ക് ഡൗൺ ആവാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണം. അങ്ങനെ എമർജൻസീസോ അൺഫോർസീൻ കണ്ടിൻജൻസീസ് ഒക്കെ വരുമ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, വി ഹാവ് ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ കുട്ടികളെ? ആരുമില്ലേ? അടുത്ത് നോക്ക്, ഇംപ്രൂവ് മൊറേൽ ഓഫ് ദി എംപ്ലോയീസ് ഓർ എക്സിക്യൂട്ടീവ്സ്. എംപ്ലോയീസിന്റെ എക്സിക്യൂട്ടീവ്സിന്റെ ഒക്കെ മൊറാലിറ്റി കൂടും. ഇത് പറയാനുള്ള കാരണം എന്തായാലും പറയാൻ പറ്റുമോ? ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു. എംപ്ലോയീസിന്റെ മൊറാലിറ്റി എന്തുകൊണ്ട് കൂടും? അവർക്ക് ഒന്നും കൂടെ ഒക്കെ മോട്ടിവേഷനോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ആ പറഞ്ഞോ. ആ ചുരുക്കി അതല്ല ഉദ്ദേശിച്ചത്. കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ട്, ശമ്പളം കൊടുക്കും, ഓവർ ടൈം എടുത്ത് അതിന് ശമ്പളം കൊടുക്കും, ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പൈസ ഉണ്ട്. അപ്പൊ എന്ത് കൂടും? അവരുടെ കോൺഫിഡൻസ് കൂടും. ഗുഡ്, അതന്നെ ഉദ്ദേശിച്ചേ. അപ്പോ അവരുടെ മൊറാലിറ്റി കൂടും, മോട്ടിവേഷൻ കൂടും. അല്ലെ? തൊട്ട് മുകളിൽ എന്താ പറഞ്ഞിരുന്നേ?
ഈ മുകളിലത്തെ പ്രശ്നം എന്തായിരുന്നു? എംപ്ലോയീസ് ഒന്നും കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം എന്താ? അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. അപ്പൊ ശമ്പളം കിട്ടിയാലുള്ളൂ അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. ശരി തന്നെയാണ്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് തന്നെയാണ് കാര്യമായിട്ട് വേണ്ടത്. അപ്പൊ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൃത്യമായിട്ട് കൊടുക്കാനുള്ള ആഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഉണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ എന്ത് കൂടും? മൊറാലിറ്റി കൂടും, കോൺഫിഡൻസ് കൂടും, വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് മോട്ടിവേഷൻ കൂടും, ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇംപ്രൂവ് മൊറാലിറ്റി ഓഫ് എംപ്ലോയീസ് ഓർ എക്സിക്യൂട്ടീവ്സ്. അടുത്ത നോക്ക്, ഗുഡ് റിലേഷൻ വിത്ത് ബാങ്ക്. ഒന്നുമില്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, ലോണ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമ്മൾ ആ ഇൻട്രസ്റ്റും തിരിച്ചടക്കാനുള്ള പൈസ കൃത്യമായിട്ട് അടക്കുന്നുണ്ടാവും വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. അപ്പൊ ബാങ്കുമായി പ്രശ്നമാക്കരം. ഇതാകുമ്പോ ആ പ്രശ്നങ്ങളൊന്നും വരൂല. കയ്യിൽ ക്യാഷ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഗുഡ് റിലേഷൻ വിത്ത് ബാങ്ക്, നോ പ്രോബ്ലം. അടുത്തത് പോസിബിൾ ടു യൂട്ടിലൈസ് ഫിക്സഡ് അസറ്റ് പ്രോപ്പർലി. നമ്മൾ ഡേഞ്ചേഴ്സിൽ ഒരു ലിമിറ്റേഷൻ പറഞ്ഞതാണ്, ഫിക്സഡ് അസറ്റിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. കാരണം എന്താ? കുറെ മെഷീനറീസ് വാങ്ങിയിട്ടിട്ടുണ്ട്, കുറെ ബിൽഡിംഗ് ഉണ്ട്, നമുക്കവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ആക്യുറേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, കുറെ റോ മെറ്റീരിയൽസ് കൃത്യമായിട്ട് വാങ്ങിക്കാം, എംപ്ലോയീസിനെ വെക്കാം, കൃത്യമായിട്ട് പ്രൊഡക്ഷൻ നടത്താം, മാനുഫാക്ചറിങ് നടത്തിയിട്ട് സെയിൽ ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാം. അപ്പൊ അവിടെയുള്ള ഫിക്സഡ് അസറ്റിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. പോസിബിൾ ടു യൂട്ടിലൈസ് ഫിക്സഡ് അസറ്റ്സ് പ്രോപ്പർലി. മെഷീനറീസും അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ഫിക്സഡ് അസറ്റുകളും പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടും. ലാസ്റ്റ് നോക്ക്, ഇൻഡയറക്ട്ലി ഇൻക്രീസ് വാട്ട്? ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. ഇതൊക്കെ ഉണ്ടാവുമ്പോ ഇൻഡയറക്ട്ലി നമുക്ക് എന്തുണ്ടാവും? അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ മൂന്നെണ്ണത്തിന് മനസ്സിലായത് എന്താ? വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തുണ്ടാവാൻ പാടില്ല? എക്സസും ഉണ്ടാവാൻ പാടില്ല, ഡെഫിഷ്യൻസി ഉണ്ടാവാൻ പാടില്ല, എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ല. എന്താവണം? വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ആഡിക്വേറ്റ് ഓർ ഓപ്റ്റിമം. വെരി ഗുഡ്. അപ്പൊ അതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. മനസ്സിൽ വിചാരിക്കുക, ബിസിനസ് മൂവ് ചെയ്യാൻ കയ്യിൽ ക്യാഷ് ഉണ്ടോ, ഫണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് എന്താ, ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താ, കൂടുതലായുള്ള പ്രശ്നങ്ങൾ എന്താ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത നോക്ക്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണുള്ളത്? അതിൽ ഇത്രയുള്ള സംഭവം, എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ വേണം, കുറവ് വേണം, കൂടുതൽ വേണം എന്നുള്ളതൊക്കെ എന്തിനെ ആശ്രയിച്ചിട്ടാണ്? അപ്പൊ ഒരു ഫാക്ടറിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല, ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നേച്ചർ ഓഫ് ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ്, മാനുഫാക്ചറിങ് ഫേമോ ട്രേഡിംഗ് ഫേമാണോ വിചാരിക്കുക, അതിന് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. ഏതിനേക്കാൾ? സർവീസ് ഫേമിനേക്കാൾ. ഒന്നും വേണ്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലൊരു ഹോൾസെയിൽ കട ഉണ്ട്, ഒപ്പം ഒരു നമ്മളെ വാട്ടർ സർവീസിന്റെ സ്ഥാപനമുണ്ട്. ഏതിനാ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരിക? വർക്കിംഗ് ക്യാപിറ്റൽ ഏതിനാ കൂടുതൽ വേണ്ടി വരിക? ഹോൾസെയിലിന്. കാരണം എന്താ? അവർക്ക് റോ മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും, സ്റ്റോക്കും സംഗതികളൊക്കെ വാങ്ങിക്കേണ്ടി വരും, കുറച്ച് കൂടുതലായിട്ട് ആളുകൾ വേണ്ടി വരും, അല്ലേ? സർവീസിലാണെങ്കിലോ, ഈ വാട്ടർ സർവീസിലാണെങ്കിലോ ഒരു എംപ്ലോയിനെ വെച്ച്, അല്ലേ, ചെറിയൊരു എക്സ്പെൻസ് മാത്രമേ അവിടെ വരുള്ളൂ. അല്ല കുട്ടികളെ, കാര്യം മനസ്സിലായോ? വർക്ക് ചെയ്യാൻ വേണ്ട ക്യാപിറ്റൽ ഏതിന് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി? സർവീസ് ഫേമുകൾക്ക്. ഏതിനനുസരിച്ച്? ട്രേഡിങ്ങിനേക്കാളും മാനുഫാക്ചറിനേക്കാളും കുറവ് വർക്കിംഗ് ക്യാപിറ്റൽ മതി. ഏതിന്? സർവീസ്. യെസ്. സോ എന്ത് പറയാം? ബിസിനസിന്റെ നേച്ചർ അനുസരിച്ച് ചേഞ്ച് വരും. മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ഫേംസ് മേ റിക്വയർ മോർ വർക്കിംഗ് ക്യാപിറ്റൽ ദാൻ സർവീസ് ഫേം. അടുത്ത് നോക്ക്, പ്രൊഡക്ഷൻ സൈക്കിൾ. പ്രൊഡക്ഷൻ സൈക്കിൾ എന്താ? ഇത്രേ ഉള്ളൂ. ഒരു സംഗതി, ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് തിരിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ആകാൻ എടുക്കുന്ന സൈക്കിളാണ് പ്രൊഡക്ഷൻ സൈക്കിൾ. സോ പ്രോസസ്സ് ഒരു 5 or 6 ഐറ്റം ഉണ്ട് വിചാരിച്ചു. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ടാവില്ല, ഏതെങ്കിലും ഒരു ഐറ്റം, ഇപ്പോൾ ഒരു കമ്പി, ഒരു TMT ഉണ്ടാക്കാൻ, സ്റ്റീൽ ബാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എത്ര സ്റ്റേജിൽ കൂടി കടന്നിട്ടാണ് തിരിച്ചെത്തണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് എംപ്ലോയീസ് വേണ്ടി വരും.
പ്രൊഡക്ഷൻ സൈക്കിൾ കൂടുന്നതിനനുസരിച്ച് എംപ്ലോയീസ് വേണ്ടി വരും, അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് വേണ്ടി വരും, അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് വേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. ആ പ്രൊഡക്ഷൻ സൈക്കിൾ കൂടുന്തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ത് ചെയ്യും? ഒന്നും വേണ്ട, ഒരൊറ്റ സംഗതി കൊണ്ട് പ്രൊഡക്ഷൻ കഴിയാൻ വിചാരിച്ചോ, ഓരോ 2 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ കണ്ടാൽ തന്നെ ഷുവറാണ് നമുക്ക് എന്താണ് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. പക്ഷെ ഇത് കുറേ കുറേ പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നെങ്കിലോ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അപ്പൊ എങ്ങനെ പറയണ്ടേ? ദ ലോങ്ങർ ഈസ് ദി പ്രൊഡക്ഷൻ സൈക്കിൾ, ദ ലാർജർ വിൽ ബി ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, അല്ലേ? ദ ലോങ്ങർ ഈസ് ദി പ്രൊഡക്ഷൻ സൈക്കിൾ, then the larger will be the working capital requirement. അങ്ങനല്ലേ? അങ്ങനല്ലേ പഠിക്കണ്ടേ? ബിസിനസിന്റെ നേച്ചറിന്റെ അനുസരിച്ച് എങ്ങനെ പറയണ്ടേ? മാനുഫാക്ചറിങ്ങോ ട്രേഡിങ്ങോ ആണെങ്കിൽ ഏതിനേക്കാൾ? സർവീസ് ഫേമിനേക്കാൾ റിക്വയർ മോർ വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയണ്ട, വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ പ്രൊഡക്ഷൻ സൈക്കിൾ പറഞ്ഞോ. എന്താണ് പറയാൻ, എന്താ കാരണം? ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ഒക്കെ മറ്റിന്റെ അത്ര ആയിക്കോട്ടെ, എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും വേണ്ട. ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ്, ഈ സൂപ്പർ മാർക്കറ്റിന് വരുന്ന ആ ഒരു എക്സ്പെൻസ് ഒക്കെ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ഈ സർവീസ് ഫേമിന് വരുമോ? എങ്ങനെ? അതിന് മെഷീനറി വർക്കിംഗ് ക്യാപിറ്റൽ വരൂലല്ലോ. മെറ്റീരിയൽ വരും. മെഷീനറീസ് ഒക്കെ ഏതിലാ വരിക? ഫിക്സഡ് ക്യാപിറ്റൽ വരിക. മെറ്റീരിയൽ എത്ര വരിക? സോപ്പും പൊടി, പിന്നെ ആ ചെറിയ എന്തെങ്കിലും മെറ്റീരിയൽസ് അതിന് യൂസ് ചെയ്യുന്ന ഫ്യൂവല്, ഇതൊക്കെയാണോ നമ്മൾ ഈ ഹോൾസെയിലും അല്ലെങ്കിൽ വലിയ വലിയ ട്രേഡിംഗ് ഫേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരിക? എങ്ങനെ? നമ്മളെ സാധാരണ നാട്ടിലത്തെ ഹോൾസെയിൽ കടയും നമ്മളെ സാധാരണ നാട്ടിലത്തെ സർവീസ് ഫേമും കമ്പയർ ചെയ്താൽ മതി, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു നോക്ക്, ഞാനൊരു എക്സാമ്പിൾ അതേ പറഞ്ഞുള്ളൂ. സർവീസ് ഫേമിന് കമ്പാരിറ്റീവ്ലി ഏതിനേക്കാൾ? ട്രേഡിംഗിനേക്കാളും. ഹോൾസെയിൽ എന്നല്ല ഉദ്ദേശിച്ചു, ഞാനൊരു എക്സാമ്പിൾ അത് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പൊ ഹോൾസെയിൽ എടുക്കുമ്പോൾ വേറെ വലിയ വലിയ സർവീസ് ഫേം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വരും. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. മാനുഫാക്ചറിങ് ഫേമും ട്രേഡിംഗ് ഫേമിനും എന്തായാലും എന്താണ് സാധാരണ സർവീസ് ഫേമിനേക്കാൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അവിടെ കൂടുതൽ മെറ്റീരിയൽസ് വേണം. ഏതിനേക്കാൾ തന്നെ സ്റ്റോക്ക് കൂടുതൽ വേണം. ഏതിനേക്കാൾ? സർവീസ് ഫേമിനേക്കാൾ. സർവീസിന് കൂടുതൽ വേണ്ടി വരിക ഈ മെഷീനറി കോസ്റ്റുകളും മറ്റും ഒക്കെയാണ് വേണ്ടി വരിക. അത്ര ഉദ്ദേശിച്ചുള്ളൂ. ക്ലിയർ ആണോ? മൂന്നാമത്തെ നോക്ക്, സൈസ് ഓഫ് ബിസിനസ്. ചെറിയ ബിസിനസ്സിനാ വലിയ ബിസിനസ്സിനാ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരിക? ഇത്രേ ഉള്ളൂ. ലാർജ് സൈസ് ബിസിനസ് റിക്വയർ മോർ വർക്കിംഗ് ക്യാപിറ്റൽ ദാൻ സ്മാൾ, അല്ലേ? പറഞ്ഞൂടെ? മൂന്നാമത്തെ എന്താണ്? സൈസ് ഓഫ് ബിസിനസ്. സൈസ് കൂടുന്തോറും വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ വേണ്ടേ? large size business requires more working capital than small. ടേൺ ഓവർ. ശരിക്കും ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയാറ് സെയിൽസിനെയാണ് ടേൺ ഓവർ എന്ന് പറയാറ്. പക്ഷെ ശരിക്കും ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണോ? എബിലിറ്റി ഓർ സ്പീഡ് വിത്ത് വിച്ച് ദ റിസോഴ്സസ് ആർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽ. എത്ര പെട്ടെന്നാണ് സെയിൽസ് മാറി ക്യാഷ് ആയിട്ട് മാറുന്നത്, സ്റ്റോക്ക് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് സെയിലായിട്ട് മാറി ക്യാഷ് ആയിട്ട് മാറുന്നത്, അതിന്റെ സ്പീഡിനെ പറയുന്നതാണ് ശരിക്കും ടേൺ ഓവർ. മനസ്സിലായോ? ടേൺ ഓവർ മീൻസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ റിസോഴ്സസ് ആർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ് ഓർ ഇൻ ടു ക്യാഷ്. അവിടെയുള്ള സെയിലും മറ്റു സംഗതിയൊക്കെ എന്താണ്, എത്ര പെട്ടെന്നാണ് ക്യാഷ് ആയിട്ട് മാറുന്നത്. ചുരുക്കി പറഞ്ഞാല്
പ്രൊഡക്ഷൻ പെട്ടെന്ന് നടത്തി, പെട്ടെന്ന് സെയിലായി, പെട്ടെന്ന് ക്യാഷായി മാറുന്നുണ്ട്. അപ്പൊ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ടേൺ ഓവർ ആവാം, ലോ സ്പീഡ് ടേൺ ഓവർ ആവാം. വിചാരിക്കാം ഏതിനാണ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരിക? ഹൈ ടേൺ ഓവർ ലൈനാണോ ലോ ടേൺ ഓവർ ലൈനാണോ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരിക? ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ലോവർ ടേൺ ഓവർ ലൈനാണ്. കൺസെപ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാ? കുട്ടികൾ എത്രയേ ഉള്ളൂ, പെട്ടെന്ന് സെയില് നടക്കാൻ വിചാരിച്ചോ, പെട്ടെന്ന് സെയില് നടക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ നടക്കും, പെട്ടെന്ന് സെയിൽ നടക്കും, പെട്ടെന്ന് തിരിച്ചെന്തായിട്ട് മാറും? പെട്ടെന്ന് എന്തായിട്ട് മാറും? ക്യാഷ് ആയിട്ട് മാറും. അപ്പൊ അഡീഷണൽ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കുറച്ച് മതിയാവും. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ടേൺ ഓവർ കുറയുകയാണെങ്കിലോ എന്താണ്? പ്രൊഡക്ഷൻ അങ്ങനെ നടക്കേണ്ടി വരും, ടേൺ ഓവർ അവിടെ കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേറെ വേണ്ടി വരും. ഇവിടെ ഇങ്ങനെ ചിന്തിക്കട്ടോ, ഇങ്ങനെ ചിന്തിക്കണവരുണ്ട്. ഇപ്പൊ ഇഷാമൊക്കെ ഇങ്ങനെ ചിന്തിച്ചോളാ, കൂടുതൽ സെയിൽ നടക്കുന്നുണ്ട്, അപ്പൊ കൂടുതൽ വർക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം, അപ്പൊ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരില്ലേ? ഇത് ആ കൺസെപ്റ്റ് ചിന്തിക്കണ്ട. അത് നമ്മളിവിടെ ഈ സൈസ് ഓഫ് ബിസിനസ്സും നേച്ചർ ഓഫ് ബിസിനസ്സിലൊക്കെ ഉൾപ്പെടുത്തിയാൽ മതി. ഇവിടെ എന്താ ഇത്രേ ഉള്ളൂ, സ്പീഡ്. എത്ര പെട്ടെന്നാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്? കച്ചവടം സ്പീഡായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് സ്പീഡായിട്ട് വരും ആലോചിക്കാം. അപ്പൊ അഡീഷണൽ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര മതി? എത്ര മതി? എന്താ കുട്ടികളെ, കുറച്ചു പോരെ? പെട്ടെന്ന് സെയിൽ നടന്ന് പെട്ടെന്ന് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര മതി? കുറച്ചു പോരെ? ആ ഒരു മൈൻഡിൽ മാത്രം കണ്ടാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അപ്പുറത്തേലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ എങ്ങനെയാ? ടേൺ ഓവർ എന്താന്ന് പറഞ്ഞു. ഇഫ് ദ ടേൺ ഓവർ ഈസ് ഹൈ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി എന്താണ്? ലെസ്സർ. ഹൈ ടേൺ ഓവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെയിൽ ആയിട്ട് മാറി ക്യാഷ് ആയിട്ട് മാറും. അങ്ങനെ ക്യാഷ് ആയിട്ട് മാറുമ്പോൾ ആ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അഡീഷണൽ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേറെ കണ്ടെത്തേണ്ടത് ആവശ്യമില്ല, കുറവ് മതിയാവും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതാണ് ഇൻഡയറക്റ്റ് മീനിങ് ഇവിടെ ട്ടാ. നെക്സ്റ്റ്, ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ. നമ്മൾ പർച്ചേസും സെയിലും എങ്ങനെ വാങ്ങിക്കുന്നു, എങ്ങനെ ചെയ്യുന്നു? പർച്ചേസ് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും. സെയിലും തന്നെ രണ്ട് രൂപത്തിലാവാം. എങ്ങനെയാ? ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ആയിക്കൂടെ? പർച്ചേസ് രണ്ട് തരത്തില്, ക്യാഷ് പർച്ചേസ് ആവാം, ക്രെഡിറ്റ് പർച്ചേസ് ആവാം. സെയിലും തന്നെ രണ്ട് തരത്തിലാവാം. ഏതാ കുട്ടികളെ? ക്യാഷ് സെയിൽ ആവാം. ഇങ്ങനെ ആലോചിച്ച് നോക്കി, സാധനങ്ങൾ കടത്തിന് വാങ്ങി ക്യാഷിന് വിറ്റാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണോ കുറവ് വേണോ? കടത്തിന് വാങ്ങി ക്യാഷിന് വിറ്റാൽ കുറച്ച് മതിയോ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരുമോ? കുറച്ച്. എന്തുകൊണ്ടാ? ഇപ്പൊ സാധനങ്ങൾ വാങ്ങുമ്പോ പൈസ കൊടുക്കണ്ട അല്ലെ? സാധനങ്ങൾ വാങ്ങുമ്പോ പൈസ കൊടുക്കണ്ട, വിറ്റ അപ്പൊ തന്നെ എന്ത് കിട്ടുന്നുണ്ട്? ക്യാഷ്. അപ്പൊ അഡീഷണൽ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് പോരെ? അല്ലെ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട ആവശ്യം വരുമോ? നേരെ തിരിച്ചാണെങ്കിലോ? എന്താ തിരിച്ചുദ്ദേശിച്ച? സാധനങ്ങളൊക്കെ വാങ്ങണ ക്യാഷ് പർച്ചേസിന്, ക്രെഡിറ്റിന് കൊടുക്കുകയാണെങ്കിലോ? അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണോ, നമ്മളെ പർച്ചേസും സെയിലും തമ്മിലൊരു മാച്ചിങ് വേണം. അതിന്റെ ക്രെഡിറ്റ് പീരീഡ് തമ്മിലൊരു മാച്ചിങ് വേണം. പർച്ചേസിന്റെ ക്രെഡിറ്റ് പീരീഡ് ആവണം കൂടുതൽ, അപ്പോഴാണ് മെച്ചം കിട്ടുള്ളൂ. കാരണം 60 ദിവസം കടം നമ്മളെ ക്രെഡിറ്റേഴ്സ് തന്നു, സപ്ലൈസ് തന്നു. അതിനേക്കാൾ ദിവസം കൂട്ടിയിട്ട് ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം എന്താ? 60 ദിവസം കൊണ്ട് മറ്റേ സപ്ലയർക്ക് പൈസ കൊടുക്കണം, നമുക്ക് പൈസ കിട്ടുക 90 120 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ
നമ്മൾ നല്ല അടങ്ങാറാവും. കാരണം വേറെ വേറെ പൈസ ഇങ്ങനെ കണ്ടെത്തി റോൾ ചെയ്ത് ഇങ്ങനെ പോരണം. അപ്പൊ അതിനെന്ത് ചെയ്യുക? ഒരിക്കലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് ഏതിനേക്കാൾ കൂടാൻ പാടില്ല? ക്രെഡിറ്റേഴ്സിന്റെ, സപ്ലയേഴ്സിന്റെ ക്രെഡിറ്റ് പീരീഡിനേക്കാൾ കൂടാൻ പാടുണ്ടോ? കൂടാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ എന്താണ് ഇവിടെ പറയേണ്ടത്? ഇവിടെ ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ എപ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലും കുറവും വേണ്ടെന്നുള്ളത് ചോദിക്കുന്നത്. ഇവിടെ അത്രേ ഉള്ളൂ. ഇഫ് ദ സെയിൽസ് ആർ ഫോർ ക്യാഷ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി ലെസ്സർ. നേരെ തിരിച്ചാണെങ്കിൽ ഇഫ് ദ സെയിൽസ് ആർ ഫോർ ക്രെഡിറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി ഹയർ. ഇതാണ് സംഭവം. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പർച്ചേസിന്റെ കേസ് വരിക. കൂടുതൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചു മതി. കൂടുതൽ ക്യാഷ് പർച്ചേസ് നടത്തുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. കൺസെപ്റ്റ് കിട്ടിയോ? ക്യാഷ് പർച്ചേസ് ആണ് നടത്തുന്നതെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ കുറച്ചു മതി. ക്യാഷ് സെയിൽ ആണെങ്കിൽ കുറച്ചു മതി. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇതാണ് കൺസെപ്റ്റ്. യെസ്. അടുത്ത് നോക്ക്, നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് പ്രൊഡക്റ്റ്. എന്താ ചിലപ്പോ എന്ത് ചെയ്യുന്നോ, നമ്മളെ പ്രൊഡക്റ്റ്, ഒരു എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് കോസ്റ്റിന്റെ ഒരു 70% 80% അതിന്റെ റോ മെറ്റീരിയൽ കോസ്റ്റ് വരിക എന്ന് വിചാരിച്ചോ. പറഞ്ഞ ഒരു ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അതിന് കൂടുതൽ റോ മെറ്റീരിയൽ ആണ് ഈ മറ്റ് എക്സ്പെൻസിനേക്കാൾ കൂടുതൽ വേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് അവിടെ വേണ്ടി വരും. അപ്പൊ മെറ്റീരിയൽസ് ഇല്ലാതെ പരിപാടി നടക്കൂല. ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് അവിടെ വേണ്ടി വരിക. ഇങ്ങനത്തെ കേസിൽ നമ്മൾ കൂടുതൽ മെറ്റീരിയലുകൾ സ്റ്റോക്ക് കരുതേണ്ടി വരും. വേണ്ടി വരില്ലേ?